ഇടുക്കിയിലേക്കാണ്. റിപ്പോർട്ട് ബ്രേക്കിംഗ്. ഇടുക്കി നെടുങ്കണ്ടം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ചികിത്സാ പിഴവെന്ന പരാതി. പച്ചടി സ്വദേശിയായ യുവാവിന്റെ കാലിലിട്ട ടൈറ്റാനിയം കമ്പി 1 വർഷം കൊണ്ട് ഒടിഞ്ഞുവെന്നാണ് ആരോപണം. മറ്റൊരു ആശുപത്രിയിൽ ശസ്ത്രക്രിയ ചെയ്ത് പുറത്തെടുത്തപ്പോൾ കമ്പി തുരുമ്പെടുത്ത നിലയിലായിരുന്നു. പച്ചടി സ്വദേശി രാഹുൽ രഘുവിനാണ് ദുരവസ്ഥ നേരിടേണ്ടി വന്നത്. കാലിൽ ചെയ്ത 3 ശസ്ത്രക്രിയകളിലും പിഴവ് സംഭവിച്ചതോടെ തൊടുപുഴയിലെ മറ്റൊരു ആശുപത്രിയിൽ ചികിത്സ തേടേണ്ടി വന്നുവെന്നും ആരോപണം. ഓപ്പറേഷൻ ചെയ്ത് പിറ്റേ ദിവസം തൊട്ട് പിന്നെ മടക്കാൻ തുടങ്ങി. മടക്കി കഴിഞ്ഞാൽ പിന്നെ കൂടുതലും മടക്കാനും പറ്റുന്നില്ല, ഒന്നും ചെയ്യാനും പറ്റുന്നില്ല. 8ാമത്തെ ദിവസമായപ്പോൾ ഇങ്ങനെ വീണ്ടും ഒന്നുകൂടെ ഓപ്പറേഷൻ ചെയ്യാം എന്നൊക്കെ ആദ്യം പറഞ്ഞ് കാലിൻ്റെ മുട്ടിൻ്റെ താഴെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് അവിടുന്ന് ബ്ലഡും പഴുപ്പും കൂടെ ചാടി. അപ്പം വീണ്ടും പഴുപ്പാന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് 2ാമത്തെ ഓപ്പറേഷൻ ചെയ്തു. വീണ്ടും ഒന്നുകൂടെ അതിനകത്ത് ആൻറ്റിബയോട്ടിക് വെച്ച് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ കൗണ്ട് കുറഞ്ഞോളും എന്നൊക്കെ പറഞ്ഞ് 3ാമത്തെ ഓപ്പറേഷൻ ചെയ്തു. പിന്നെ നടക്കാൻ കൂടുതൽ പറ്റത്തില്ല. കൂടുതൽ നടന്നു കഴിഞ്ഞാൽ കാല് ഭയങ്കര വേദനയും നടക്കാനും പറ്റത്തില്ലായിരുന്നു. പിഴവ് സംഭവിച്ചത് ആശുപത്രി അറിയിച്ചപ്പോൾ മരിച്ചു പോയില്ലല്ലോ എന്നായിരുന്നു പ്രതികരണമെന്ന് രാഹുലിന്റെ മാതാപിതാക്കൾ പറയും. ഡോക്ടർ പറഞ്ഞത് ഈ കമ്പിയുടെ മോശം കൊണ്ട് തന്നെ സംഭവിച്ചിട്ടുള്ള, അല്ലാതെ ഒടിയത്തില്ല. വണ്ടി ഇടിച്ചാൽ പോലും കമ്പി വളയേ ഉള്ളൂ, ഒടിയത്തില്ല. ഇത് ഞാൻ ചെന്ന് ഡോക്ടറോട് കാര്യങ്ങൾ പറയാം എന്നും പറഞ്ഞ് കല്ലാറ്റി പോയി. കല്ലാറ്റി ചെന്നപ്പോഴാണ് അയാൾ പറഞ്ഞത് നല്ല നല്ല മനുഷ്യൻ മരിക്കുകയല്ലേ, പക്ഷേ അതെന്ത് ചെയ്യാനൊക്കും, കമ്പി ഒടിഞ്ഞു, നമുക്ക് കോട്ടെന്ന് പറഞ്ഞു. പ്ലാറ്റിനം ഇടുമെന്നും പറഞ്ഞാണ് നമ്മളെ കൊണ്ട് കാര്യങ്ങളെല്ലാം ചെയ്യിപ്പിച്ചത്. ഇത് ടൈറ്റാനിയം ഇട്ടിരുന്നതെന്ന് ഇപ്പോഴാണ് നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ് ഈ കമ്പി എടുത്തതിന് ശേഷമാണ് അറിയുന്നത്. അത് കഴിഞ്ഞ് 2 പ്രാവശ്യം വാഷ് ഔട്ട് ചെയ്തപ്പോഴും ഞാൻ ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട്, ഇത് മാറ്റം വരുമോ, കുറച്ച് നാൾ മരുന്ന് കഴിക്കേണ്ടി വരും, അത് കഴിയുമ്പോൾ അത് മാറ്റം വരും എന്ന് പറഞ്ഞ് ചെയ്തതായത്. ആദ്യത്തെ ഓപ്പറേഷനിൽ കൂടെ തന്നെ ഭേദമാകും എന്നും പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്തതാണ്. എൻ്റെ കുഞ്ഞിന് 1.5 വർഷമായിട്ട് അത് ഈ കട്ടിലേ കിടക്കുന്നത് കൊണ്ട് ഇതുപോലെ വേറൊരു കുഞ്ഞുങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരാതെ. സംഭവത്തിൽ വിചിത്രവാദമാണ് മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രി നിരത്തുന്നത്. അതായത് ടൈറ്റാനിയം കമ്പി മറ്റൊരു കമ്പനിയിൽ നിന്ന് വാങ്ങിയതിനാൽ തങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലെന്നാണ് ഇവരുടെ വിശദീകരണം. രാഹുൽ സുരേഷ് ചേരുന്നു. രാഹുൽ, ഞെട്ടൽ തോന്നുന്നു. ഈ ഒടിഞ്ഞു പോകുന്ന കമ്പിയൊക്കെയാണ് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ വെച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ ഗുരുതരമായ ഒരു അനാസ്ഥ സംഭവിച്ചു കഴിഞ്ഞ് അതിൽ ആശുപത്രിയിൽ ചെന്ന് വിശദീകരണം ചോദിക്കുമ്പോൾ മരിച്ചു പോയില്ലല്ലോ എന്നോ? ഈ നാട്ടിൽ ഒരു മെഡിക്കൽ സംവിധാനത്തിൽ നിന്ന് ഉയരുന്ന ചോദ്യമാണ് ഇതെന്ന് ആലോചിക്കുമ്പോൾ തന്നെ എന്ത് പറയണം. ഇത് നമ്മുടെ നാട്ടിൽ തന്നെയാണോ എന്ന് ആലോചിച്ചു പോകേണ്ട ഒരു കാര്യമാണ്. ഒന്ന്, ഈ ചികിത്സാ പിഴവുകൾ ഇങ്ങനെ തുടർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അതിലിപ്പോ നമ്മുടെ ഗവൺമെന്റ് സംവിധാനം എന്നില്ല, സ്വകാര്യ സംവിധാനം എന്നൊന്നുമില്ല, എല്ലാം ഒരുപോലെ തന്നെയാണ്. അനുഭവിക്കുന്നത് രോഗികളാണ്. ഇതിലിപ്പോ ഇവർ പറയുന്ന വിശദീകരണം എന്താണ്? കമ്പി വാങ്ങിയ കമ്പനിയുടെ പ്രശ്നമാണെന്നോ? എന്തൊക്കെയാണ് നടക്കുന്നത് രാഹുൽ ഈ നാട്ടിൽ? റോഷ്നി, സാധാരണ നമ്മൾ പാലത്തിന് ഉപയോഗിച്ച കമ്പി ഒടിഞ്ഞുപോയി അല്ലെങ്കിൽ ആ കമ്പിക്ക് തുരുമ്പെടുത്തു എന്നൊക്കെയാണ് കേൾവിയുള്ള സംഭവം. പക്ഷേ കാലിനിട്ട കമ്പി ഒടിഞ്ഞു പോവുകയും തുരുമ്പെടുത്തു എന്നും കേൾക്കുന്ന ആദ്യത്തെ സംഭവമാണ്. അത്തരത്തിൽ തീരെ ക്വാളിറ്റി ഇല്ലാത്ത കമ്പിയാണ് ഈ രാഹുലിന്റെ കാലിന് ഉപയോഗിച്ചത് എന്നതാണ് ഈ സംഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാകുന്നത്. 2024 നവംബറിലായിരുന്നു നെടുങ്കണ്ടം പച്ചടി സ്വദേശിയായ രാഹുൽ രഘു ഒരു വാഹനാപകടത്തിൽ പെടുകയും അദ്ദേഹത്തിന്റെ കാലിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്യുന്നത്. തൊട്ടു പിന്നാലെയാണ് നെടുങ്കണ്ടത്തെ മെഡിക്കൽ ട്രസ്റ്റ് എന്ന സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ ഈ കാലിന് കമ്പി ഇടണമെന്ന കാര്യമാണ് ഡോക്ടർ പറഞ്ഞത്. അതിനുശേഷം ഏതാണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ ആദ്യ ശസ്ത്രക്രിയ നടത്തുന്നു, കാലിന് കമ്പി ഇടുന്നു, ടൈറ്റാനിയം കമ്പിയാണ് ഇട്ടത്. അതിനുശേഷം ഒരാഴ്ച ആശുപത്രിയിൽ കഴിയുമ്പോൾ വീണ്ടും കാലിന് വേദന എടുക്കുകയാണ്. കാലിന് വേദന എടുത്തപ്പോൾ ഡോക്ടർ പറയുകയാണ് അണുബാധയുണ്ടായി, അതുകൊണ്ട് 2ാമത് ശസ്ത്രക്രിയ ചെയ്യണമെന്ന്. 2ാമത്തെ ശസ്ത്രക്രിയ കഴിഞ്ഞ് വീണ്ടും കാലിന് വേദന എടുത്തപ്പോൾ അണുബാധ തുടരുകയാണ്, 3ാമതും ശസ്ത്രക്രിയ ചെയ്യണമെന്ന് പറയുന്നു. അങ്ങനെ ആ ആശുപത്രിയിൽ മാത്രം 3 ശസ്ത്രക്രിയകൾ ചെയ്തിട്ടുണ്ട്. 4ാമത് ശസ്ത്രക്രിയ ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴാണ് തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകുകയും അവിടെ ഈ ശസ്ത്രക്രിയ നടത്തി ഈ രോഗം ഭേദമാവുകയും ചെയ്യുന്നത്. പക്ഷേ അതിന് പിന്നാലെയായിരുന്നു രാഹുലിന്റെ കാലിന് കാര്യമായി തന്നെ വേദന ഉണ്ടാവുന്നത്. പിന്നീട് MRI സ്കാൻ ചെയ്തപ്പോഴാണ് ഈ കാലിലിട്ടിരുന്ന കമ്പി ഒടിഞ്ഞു എന്ന കാര്യം അറിയുന്നത്. ഈ കമ്പി പുറത്തെടുത്തപ്പോൾ കമ്പി ഒടിയുകയും ചെയ്തു. അതുകൂടാതെ ഈ കമ്പി തുരുമ്പെടുത്ത നിലയിലാണെന്ന ഗുരുതരമായ സംഭവം അങ്ങനെ പുറത്തു വരുന്നു. പിന്നാലെയാണ് കുടുംബം ആശുപത്രിയിലെത്തി ഡോക്ടർമാരുമായി സംസാരിക്കുന്നത്. അപ്പോഴാണ് വേദനാജനകമായ ഒരു പ്രതികരണം ഡോക്ടറുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ആ കുട്ടി സാധാരണ നല്ലവരായ
ആളുകൾ മരിച്ചു പോകുന്നുണ്ട്, ഇവിടെ അങ്ങനെ സംഭവിച്ചില്ലല്ലോ, ആ കമ്പി ഒടിഞ്ഞു പോയതല്ലേ ഉള്ളൂ, അതൊക്കെ ഭേദമാകുമെന്ന ഒരു വിചിത്രമായ മറുപടിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. നമ്മൾ ആശുപത്രി അധികൃതരുമായി ഇന്നലെ നേരിട്ട് സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് അതിലും വിചിത്രമായ കാര്യമാണ്. ഈ കമ്പി നിർമ്മിച്ചത് ഇവിടെയല്ല, മറ്റൊരു സ്ഥലത്താണ് നിർമ്മിച്ചത്. വിശദീകരണമാണല്ലേ രാഹുൽ ഇതൊക്കെ? ഒരു അത്രത്തോളം ഗുരുതരമായ ഒരു അവസ്ഥയിലെത്തിയ ഒരു യുവാവ്, അദ്ദേഹത്തിന് ഇനിയും എത്ര കാലം ജീവിക്കണമെന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ആശുപത്രിയുടെ പിഴവിൽ അതും ഒരു വിശദീകരണം പോലും, വിചിത്രമായ വിശദീകരണം നൽകുന്ന ഒരു സംവിധാനം, ഇതിനൊക്കെ കൃത്യമായ നടപടികൾ ഉണ്ടായേ തീരുള്ളൂ എന്ന് ആവർത്തിച്ച് പറയേണ്ടി വരുന്ന അവസ്ഥയാണ്.